പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ് എങ്ങനെയാണ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമായതെന്ന് നോക്കാം. ഇതിന്റെ തുടക്കമെന്ന് പറയുന്നത് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമാണ്. അന്ന് പഞ്ചാബിന്റെ തലസ്ഥാനമായിരുന്ന ലാഹോർ പാകിസ്ഥാനിലായി. അതുകൊണ്ട് പഞ്ചാബിന് പുതിയൊരു തലസ്ഥാനം ആവശ്യമുണ്ടായി. അന്ന് ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ മാതൃകാപരമായ നഗരം രൂപീകരിക്കാനായി ചണ്ഡീഗഡ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരുന്നു. 1950-60 കാലഘട്ടങ്ങളിൽ ചണ്ഡീഗഡ് ആധുനിക നഗരമായി നിർമ്മിച്ചു. അങ്ങനെയിരിക്കെ 1966 പഞ്ചാബ് ഹരിയാന ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചു. ഹിന്ദി സംസാരിക്കുന്നവർക്ക് ഹരിയാനയും പഞ്ചാബി സംസാരിക്കുന്നവർക്ക് പഞ്ചാബും എന്നിങ്ങനെയാണ് വിഭജിച്ചത്. ചണ്ഡീഗഡ് പഞ്ചാബിനും ഹരിയാനയ്ക്കും സമാനമായി പ്രയോജനപ്പെടുന്നതിനാൽ സംയുക്ത തലസ്ഥാനമാക്കി. മാപ്പ് നോക്കിയാൽ അറിയാല്ലേ, രണ്ടിന്റെയും ഇടയ്ക്കാണ് ചണ്ഡീഗഡ് വരുന്നത്. ഇതുകൂടാതെ ചണ്ഡീഗഡ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പഞ്ചാബോ ഹരിയാനയോ ഏതെങ്കിലും ഒരു സംസ്ഥാനം സ്വന്തമാക്കാതിരിക്കാനാണ് ഇതിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്തിയിരിക്കുന്നത്. പഞ്ചാബ് ഹരിയാന സർക്കാരുകളുടെ പ്രധാന ഭരണകേന്ദ്രങ്ങൾ, അതായത് സെക്രട്ടേറിയറ്റ്, ഹൈക്കോടതി തുടങ്ങിയവ ഈ ചണ്ഡീഗഡിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ്.